നമസ്കാരം കൂട്ടുകാരെ, ദീപ്തിസ് ലിറ്റിൽ വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹലോ കൂട്ടുകാരെ, കുറേ ദിവസമായില്ലേ നമ്മൾ നേരിട്ട് കണ്ട് സംസാരിച്ചിട്ടൊക്കെ. അപ്പോൾ ഇന്നും ഞാൻ ഉച്ചയൂണിൻ്റെ വിഭവങ്ങളൊക്കെ ആയിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. പക്ഷെ എന്നത്തെയും പോലെയല്ല കേട്ടോ, ഒരു തട്ടിക്കൂട്ട് വിഭവമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. സാധാരണ എല്ലാ ദിവസത്തെയും പോലെയല്ല, ഇന്ന് ഒരു മടി, നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യാനുള്ളൊരു മടിയുള്ള ദിവസമാണ്. അപ്പോൾ അങ്ങനെ എല്ലാ വീട്ടമ്മമാർക്കും ഉണ്ടാവും ഇങ്ങനെ ഓരോ ദിവസങ്ങൾ, പ്രത്യേകിച്ച് ഒറ്റയ്ക്കൊക്കെ ആണെങ്കിൽ. അപ്പോൾ അതുപോലെ ഇന്ന് ഞാൻ ഒറ്റയ്ക്കാണ് ഉച്ചയ്ക്ക് ഊണിന്. അപ്പോൾ പ്രത്യേകിച്ചൊന്നും ഉണ്ടാക്കാൻ തോന്നുന്നില്ല. അപ്പോൾ ഒരു തട്ടിക്കൂട്ട് വിഭവമാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. ചോറിന് മറ്റു വിഭവങ്ങളൊന്നുമില്ലെങ്കിൽ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാവുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ ഇത്. ഇതിനാവശ്യമുള്ളത് ഒരു ചെറിയ സബോള ചെറുതായി കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുത്തതാണ്. ഇതുപോലെ ഒരു ചെറിയ തക്കാളിയാണിത്, അതും ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഒരു 2 പച്ചമുളക് ഇവിടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പ്. ഇത്രയുമാണ് കേട്ടോ ഇതിനാവശ്യമുള്ള സാധനങ്ങൾ. ഇനി ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടി നമുക്കൊരു പാത്രത്തിലേക്ക് പകർത്തി കൊടുക്കാം കേട്ടോ. ഇത് പ്രത്യേകിച്ച് വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ, വാട്ടിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് പച്ചയ്ക്ക് തന്നെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇതിലേക്ക് ഞാൻ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ, ആവശ്യത്തിന് ഉപ്പ് ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു സംഭവം കൂടി ചേർത്ത് കൊടുക്കാനുണ്ട്, അതാണ് ഇതിൻ്റെ ഹൈലൈറ്റ് കേട്ടോ. ഒരു പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ചൂടാക്കി അതിൽ കാശ്മീരി ചില്ലി പൗഡറാണ് അത് ചേർത്തതാണ്, അത് ഇതിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇനി ഇതിനെല്ലാം കൂടി ചേർത്ത് നമ്മൾ കൈകൊണ്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. ഇനി ഇതിനെ കൈകൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുന്നുണ്ട്. ഇത് മാത്രം മതി നമുക്ക് ഒരു കിണ്ണം ചോറുണ്ണാം കേട്ടോ, അത്രയും രുചിയുള്ള ഒന്നാണിത്. ചിലർ ഇതിലേക്ക് ചുവന്ന മുളക് ചേർക്കാറില്ല, പകരം പച്ചമുളകും പച്ച വെളിച്ചെണ്ണയും ഒഴിച്ചിട്ട് തിരുമ്മിയെടുക്കാറുണ്ട്. ഇത് കൈകൊണ്ട് കുഴച്ചെടുക്കുമ്പോഴാണ് എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ആവുള്ളൂ. ഇതാണ് നമ്മൾ ആ പറഞ്ഞ വിഭവം കേട്ടോ. ഇത് കൂട്ടിയിട്ട് ഒന്ന് ചോറുണ്ട് നോക്കൂ, എത്ര ചോറുണ്ടെന്ന് എന്നതിനൊരു കണക്കുണ്ടാവില്ല കേട്ടോ. അടുത്തതായിട്ടൊരു സ്പെഷ്യൽ ഉള്ളിച്ചമ്മന്തിയാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കുന്നത്. ചോറിന് പ്രത്യേകിച്ച് കറികളൊന്നും ഇല്ലെങ്കിൽ പെട്ടെന്ന് തയ്യാറാക്കാവുന്ന ഒരു ചമ്മന്തിയാണ് കേട്ടോ അത്. ഇത് കൂട്ടിയ ഒരു കിണ്ണം നമുക്ക് ചോറുണ്ണാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ചീഞ്ചട്ടി അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ആ വെളിച്ചെണ്ണയിലേക്ക് ഞാൻ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളിയാണ് കേട്ടോ അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ഉള്ളി ഒന്ന് വാട്ടിയെടുക്കേണ്ടതുണ്ട് കേട്ടോ. ഈ ഉള്ളി വാട്ടിയെടുക്കുന്ന സമയത്ത് നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉള്ളി പെട്ടെന്ന് വാടി കിട്ടും കേട്ടോ ഉപ്പ് ചേർക്കുമ്പോൾ. ഉള്ളി ചെറുതായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് ചതച്ച മുളകാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. 1 ടേബിൾ സ്പൂൺ നിറയെ ചതച്ച മുളക് ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എരിവിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് മുളക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഓരോ മുളകിനും ഓരോ എരിവാണ്. എൻ്റെ മുളക് 1 ടേബിൾ സ്പൂൺ മതിയാവും. ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് ഇതൊന്ന് മൂത്ത് വരണം കേട്ടോ. ചിലർ ഈ ചതച്ച മുളകിന് പകരം മുളക് പൊടി ഉപയോഗിക്കുന്നവരുണ്ട്. മുളക് പൊടി താല്പര്യമുള്ളവർക്ക് അങ്ങനെയും ചെയ്യാം. എന്നാലും ഇതിന് കൂടുതൽ രുചി വരുന്നത് ചതച്ച മുളക് ചേർത്ത് കൊടുക്കുമ്പോഴാണ് കേട്ടോ. അതുപോലെ തന്നെ ഈ ചമ്മന്തി തയ്യാറാക്കുമ്പോൾ എപ്പോഴും പച്ച വെളിച്ചെണ്ണ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. വെളിച്ചെണ്ണയാണ് ഇതിന് നല്ലത്, ഓയിലിനേക്കാളും രുചി വെളിച്ചെണ്ണയാണ് കേട്ടോ. ഇപ്പോൾ ഇതൊന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി അവസാനമായിട്ട് ഇതിലേക്ക് ഒരു ചെറിയ പുളി, വാളൻപുളിയാണ്, ചെറിയൊരു കഷ്ണം ചേർത്ത് നന്നായിട്ട് ഉടച്ച് ഇതിലേക്ക് യോജിപ്പിച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ ചമ്മന്തി എന്ന് പറയുന്ന സംഭവം സൂപ്പറായിട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് മാത്രം മതി മക്കളെ ഒരു കിണ്ണം ചോറുണ്ണാൻ വേണ്ടിയിട്ട്, വേറെ കറിയൊന്നും വേണ്ട. എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്നതാണ് ഇത്. നമുക്ക് കുട്ടികൾക്ക് ചോറും പാത്രത്തിൽ ഇതൊന്ന് ഉരുട്ടി വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതും ഒരു രുചിയാണ് കേട്ടോ. ഇതിലാകെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ പുളി ഈ ഉള്ളിയും ഇതുമായിട്ട് നന്നായിട്ട് യോജിച്ച് വരണം. അതിന് വേണ്ടിയിട്ട് ഒരു കയ്യിൽ വെച്ചിട്ട് നന്നായിട്ട് ഇതിനൊന്ന് ഉടച്ച് യോജിപ്പിച്ച് കൊടുക്കണം കേട്ടോ. അതാണ് ഈ ചമ്മന്തിക്ക് ഏറ്റവും രുചി നൽകുന്നത്. ഇതെല്ലാം കൂടി ഉടച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ അടിപൊളി ചമ്മന്തി ഇവിടെ റെഡിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കുക. ഒരുപാട് പേർക്ക് ഇത് അറിയുന്നുണ്ടാവും, എന്നാലും അറിയാത്തവർ ഇതൊന്ന് പരീക്ഷിച്ച് നോക്കുക, അഭിപ്രായങ്ങൾ പറയാം കേട്ടോ. അപ്പോൾ എൻ്റെ ഇന്നത്തെ ഉച്ചയൂണ് റെഡിയാണ് കേട്ടോ. മടി പിടിച്ചിരുന്ന ദിവസമായിരുന്നു ഇന്ന്, പക്ഷേ ഇന്നത്തെ എൻ്റെ ഊണ് കുശാലാണ്. സബോളയും തക്കാളിയും ഒക്കെ ചേർത്തുണ്ടാക്കിയ ആ ഒരു ചമ്മന്തി എന്ന് പറയാൻ പറ്റില്ല, എന്നാലും അതുപോലെ തന്നെ ഇത് ഉള്ളിച്ചമ്മന്തി ആണ്. ഉള്ളിയും ചതച്ച മുളകും അതുപോലെ കോൽപ്പുളിയും ചേർത്തിട്ടുള്ള ചമ്മന്തി. ഇത് മാത്രം മതി വയറ് നിറച്ച് ഊണ് കഴിക്കാൻ. അപ്പം ഞാൻ ഊണ് കഴിക്കാൻ പോവുകയാണ്.
അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിലൂടെ കാണാം കേട്ടോ. ഓക്കെ, ബൈ ബൈ.